ഒരു മഹാദുരന്തത്തിൽ നിന്നും ഹാരി കെയ്ൻ അങ്ങനെ ഇംഗ്ലണ്ടിനെ രക്ഷിച്ചിരിക്കുകയാണ്. വളരെയധികം ടെൻഷൻ അടുപ്പിച്ചിട്ടൊരു കളി. പണി പാളും എന്ന് ഏകദേശം ഉറപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കളിയിലാണ് ഏറ്റവും അവസാനം വന്ന് 2 ഗോൾ അടിച്ചിട്ട് ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിക്കുന്നത്. 7ാമത്തെ മിനിറ്റിലാണ് ബ്രയൻ സിപ്പങ്ക കോങ്കോയ്ക്ക് ആ ഗോൾ അടിച്ചിട്ട് ലീഡ് കൊടുക്കുന്നത്. ജോർഡൻ പിക്ഫോർഡ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് അത് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ അത് ഗോളിൽ കലാശിക്കുകയാണ് ഉണ്ടായത്. സോ അത് കഴിഞ്ഞിട്ട് കളി തുടർന്നുകൊണ്ട് പോയി. പിന്നെ ഫസ്റ്റ് ഹൈഡ്രേഷൻ ബ്രേക്ക് ഒക്കെ ആയി കഴിഞ്ഞിരുന്നപ്പം ആൾക്കാർ, ഓഡിയൻസ്, ഇംഗ്ലണ്ട് ഫാൻസ് ഒക്കെ ഭയങ്കരധികം റെസ്റ്റ്ലെസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് കൂവുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. സോ അത് വന്നു കഴിഞ്ഞപ്പം പ്ലെയേഴ്സിൻ്റെ ഒക്കെ അത്യാവശ്യം കുറച്ച് ടെൻഷനിലേക്ക് കയറി. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ചാൻസസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇംഗ്ലണ്ട് മുമ്പോട്ട് പോയി. പിന്നെ അതിനുശേഷം ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് 41ാമത്തെ മിനിറ്റിൽ ഒരു പെനൽറ്റി ഷൗട്ട്. അതെന്ന് വെച്ച് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി എ പെനൽറ്റി. എന്തുകൊണ്ടാണ് അത് പെനൽറ്റി കൊടുക്കാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ റെഫറി മേ ബി കണ്ടിട്ടുണ്ടാകത്തില്ല, ബട്ട് വാർ ഡെഫിനറ്റ്ലി കുഡ് ഹാവ് ഇൻ്റർവീൻഡ്. എന്നിട്ട് റെഫറീനെ പോയിട്ട് മോണിറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയക്കാമായിരുന്നു. പക്ഷേ അതവിടെ നടന്നില്ല. സോ എനിക്കറിയത്തില്ല, അത് ക്ലിയർ കട്ട് പെനൽറ്റി തന്നെയാണ്. അത് നമ്മൾ കാണുന്നുണ്ട്, ആ ഗോൾ കീപ്പർ ഹാരി കെയ്ൻ്റെ കാലിൽ തട്ടുന്നു. അവിടെ അതിനുശേഷമാണ് ഹാരി കെയ്ൻ വീഴുന്നത്. സോ റെഫറി പറഞ്ഞിരിക്കുന്നത് അതിൽ സിമുലേഷനായിട്ടാണ് ഇത് കൂട്ടിയിരിക്കുന്നത്. ഒരു ഡൈവ് പോലെയാണ്. എങ്കിൽ പിന്നെ ഡൈവ് ആയിരുന്നെങ്കിൽ വൈ നോട്ട് ഗിവ് എ യെല്ലോ കാർഡ്? അപ്പോൾ അത് സംഭവിച്ചില്ല. സോ ഐ തിങ്ക് അത് ഡിസിഷൻ വാസ് എ റോങ് ഡിസിഷൻ. സോ ആ ഒരു ഡിസിഷൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ ഗോള് സംഭവിക്കാതെ വന്ന് കൊണ്ടിരുന്ന സമയത്ത് ചിന്തിച്ച കാര്യമാണ്, ഈ ഒരു ഡിസിഷൻ വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് പോവാം. കാരണം ഇംഗ്ലണ്ട് പുറത്ത് പോയി കഴിഞ്ഞിരുന്നാൽ ഇറ്റ് കുഡ് ബി ലൈക്ക് ഡിസ്കസ്ഡ് എ ലോട്ട്. ഈ ഒരു കാര്യം വലിയ രീതിയിൽ ചർച്ചയായേനെ. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. ടുവേർഡ്സ് ദി എൻഡ് 75ാമത്തെ മിനിറ്റിൽ ഹാരി കെയ്ൻ ആ ഒരു ഹെഡറിലൂടെ ഗോൾ അടിക്കുന്നു. ഗോൾ കീപ്പറിന് കുറച്ച് ബെറ്ററായിട്ട് ചെയ്യായിരുന്നു, പക്ഷേ കൈ തട്ടി അകത്തോട്ട് പോകുന്നു. പിന്നെ 86th മിനിറ്റിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ, ഗോർഡൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ബോള് സ്വീകരിച്ചിട്ട് പെനൽറ്റി ബോക്സിനകത്ത് കുറച്ചുകൂടെ ഒന്ന് മൂവ് ചെയ്ത് അകത്തോട്ട് സ്പേസ് കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് ഒരു കിടിലം ഷോട്ട് എടുക്കുന്നു. ആൻഡ് ദാറ്റ് ഗിവ്സ് ഇംഗ്ലണ്ട് ദ ലീഡ്. കോങ്കോയുടെ ഗോൾ കീപ്പർ ലയണൽ എംപാസി ഒത്തിരിയധികം സേവുകൾ നടത്തി. എനിക്ക് തോന്നുന്നു ഗോൾ കീപ്പറിൻ്റെ ആ ഒരു കാറ്റഗറിയിലെ മെസ്സി ആകാനായിട്ടുള്ളൊരു ശ്രമമായിരുന്നു തോന്നുന്നു. മേ ബി ബിക്കോസ് ഓഫ് ഹിസ് പെർഫോമൻസ്. ചിലപ്പോൾ ഈ കളിയിൽ അഥവാ അവർ ജയിക്കുമായിരുന്നെങ്കിൽ ഈ ഒരു പെർഫോമൻസ് വളരെയധികം സംസാരിക്കപ്പെട്ടേനെ. ബിക്കോസ് ഹീ ഡിഡ് റിയലി ഗുഡ്. ഒത്തിരിയധികം മികച്ച സേവുകളും കാര്യങ്ങളൊക്കെ നടത്തി. എനിക്ക് തോന്നുന്നു ബെല്ലിംഗ്ഹാമിൻ്റെ ഒക്കെ ഒരു ബുള്ളറ്റ് ഹെഡറും കാര്യങ്ങളൊക്കെ സേവൊക്കെ ചെയ്തു. അങ്ങനെ കുറേ ഷോട്ട്സ് സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിലും എല്ലാം തുടരെ കുറേ സേവുകളൊക്കെ നടത്തിയിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചു. ആൻഡ് ഒത്തിരി ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് എംപാസിക്ക് കഴിഞ്ഞു. ആൻഡ് ലയണൽ എംപാസിയുടെ പേരൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ കടുത്ത ആരാധകരാണ്. സോ അതിൻ്റെ പേരിലാണ് അവർ മോനും അങ്ങനത്തെ ഒരു പേരിട്ടിരിക്കുന്നത്, ലയണൽ എംപാസി. ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പ് യോഹാൻ വിസയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ ചാൻസ് കിട്ടിയതാണ്. ആരൺ വാൻ ബിസാക്ക കൊടുത്തൊരു ക്രോസിൽ നിന്നും ഒരു ഡിഫ്ലക്ഷനോട് കൂടിയിട്ട് നേരെ വരുന്നത് വിസയുടെ കാലുകളിലേക്കാണ്. അപ്പോൾ വിസയ്ക്ക് പെട്ടെന്ന് ഉള്ള ഒരു റിയാക്ഷൻ ടൈം കിട്ടാതിരുന്നതുകൊണ്ട് കാലി തട്ടിയിട്ട് നേരെ ബാറിലടിച്ചിട്ട് പുറത്ത് പോവുകയാണ് ചെയ്തത്. സോ ആ ഒരു ഗോളും കൂടെ സംഭവിച്ചിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു അത് വുഡ് ഹാവ് ബീൻ ലൈക്ക് മാസീവ്. ആ ഒരു സെക്കൻഡ് ഗോൾ കൂടെ വീണിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി കളി വേറെ ഒരു രീതിയിലായേനെ. പക്ഷേ ഭാഗ്യവശാൽ ഇംഗ്ലണ്ടിൻ്റെ വലിയ ഭാഗ്യം കൊണ്ട് മാത്രം ആ ഒരു ഗോൾ സംഭവിച്ചില്ല. മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ഒരു ഷോട്ട് ആരൺ വാൻ ബിസാക്ക ഗോൾ ലൈൻ സേവ് ഒക്കെ നടത്തിയിട്ട് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്ത് മുമ്പോട്ട് പോയി. അപ്പം ഇത്രയധികം ചാൻസ് കിട്ടിയിട്ട് ഒന്നും സ്കോർ ചെയ്യാതെ വരുന്നൊരു സാഹചര്യം കണ്ടപ്പോൾ വിചാരിച്ച് ഓക്കെ, എന്തായാലും പണി പാളാനായിട്ടുള്ള സാധ്യതയാണ് ഇതെല്ലാം കാണിക്കുന്നത്. പക്ഷേ എന്തോ ഭാഗ്യവശാൽ ടുവേർഡ്സ് ദി എൻഡ് കെയ്ൻ്റെ 2 ഗോളോടുകൂടി ഇംഗ്ലണ്ട് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്ട്ഫുൾ സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഒരു 61 മിനിറ്റ് ആയി കഴിഞ്ഞിരുന്നപ്പോൾ തോമസ് ടൂക്കൽ 2 മേജർ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തി. റാഷ്ഫോർഡിനെ മാറ്റിയിട്ട് ഗോർഡനെ കൊണ്ടുവരുന്നു. പിന്നെ അതിനുശേഷം നോണി മധുവക്കനെ മാറ്റിയിട്ട് സാക്കാനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഗോർഡനും സാക്കയും 2 വിങ്ങിൽ വന്നതോടുകൂടി നല്ല രീതിയിൽ കളി മാറുന്നുണ്ടായിരുന്നു. ആൻഡ് കുറേ ചാൻസസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ആ ഗോൾ സംഭവിക്കുന്നത്. ആൻ്റണി ഗോർഡൻ്റെ പാസിൽ നിന്നും ഹാരി കെയ്ൻ ഒരു പ്രോപ്പർ കിടിലം ഹെഡർ ചെയ്യുന്നു. ആൻഡ് ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ തട്ടിയിട്ട് അത് നേരെ വലയിലേക്ക് പോകുന്നു. പിന്നീട് അതിനുശേഷം ലാസ്റ്റും ഇത് കണക്ക് ആൻ്റണി ഗോർഡൻ കൊടുത്ത പാസിൽ നിന്നാണ് ഹാരി കെയ്ൻ ആ വിന്നിങ് ഗോൾ അടിച്ചിട്ട് ഇംഗ്ലണ്ടിനെ അടുത്ത റൗണ്ടിലേക്ക് എത്തിക്കുന്നത്. 70ാമത്തെ മിനിറ്റിൽ എബ്രിച്ചി എസെ കംസ് ഇൻ ഫോർ ജെഡ് സ്പെൻസ്.
അതോടുകൂടി ഡെക്ലൻ റൈസ് റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് കളിക്കുന്നു. അപ്പം ആ ഒരു പൊസിഷൻ വന്നതോടുകൂടി കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള അറ്റാക്ക് കൊണ്ടുവരാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല ഇമ്പാക്ട്ഫുൾ സബ്സ്റ്റിറ്റ്യൂഷനാണ് തോമസ് ടൂക്കിൽ നടത്തിയത്. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിയതിലൂടെയാണ് അറ്റാക്ക് വരുന്നതും ഏറ്റവും അവസാനം ആ ഗോൾ സംഭവിക്കുന്നത്. ഹാരി കെയ്ൻ ഇന്ന് അടിച്ച 2 ഗോളോടുകൂടി ടോട്ടൽ ഗോൾ ടാലി 13 എത്തിച്ചിരിക്കുകയാണ്. ലെജൻഡറി പെലെയുടെ 12 ഗോൾസിനെ മറികടന്ന് ബെറ്റർ പൊസിഷനിലേക്ക് ഹാരി കെയ്ൻ എത്തിയിരിക്കുന്നു. നമുക്കറിയാം ഇതിന് മുകളിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മെസ്സി, എംബാപ്പെ, ക്ലോസ, റൊണാൾഡോ ആൻഡ് ഗേർഡ് മുള്ളർ. ഹാരി കെയ്ൻ ഇന്ന് സ്കോർ ചെയ്ത 2 ഗോളോടുകൂടി ടോട്ടൽ ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് 16 എത്തിച്ചിരിക്കുകയാണ്. സോ 2018 വേൾഡ് കപ്പ് ഡെബ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുവരെയ്ക്കും 3rd പൊസിഷനിലാണ് ഇൻ ടോട്ടൽ ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ്, സ്റ്റാർട്ടിങ് വിത്ത് കിലിയൻ എംബാപ്പെ 22, പിന്നെ മെസ്സി 19. ഇന്ന് നേടിയ 2 അസിസ്റ്റോടുകൂടി ആന്റണി ഗോർഡൻ ബിക്കംസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് പ്ലെയർ ടു ഗെറ്റ് മൾട്ടിപ്പിൾ ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ ഒരു പെർഫോമൻസോടുകൂടി ആന്റണി ഗോർഡൻ അടുത്ത ഗെയിമിൽ തോമസ് ടുക്കലിൻ്റെ സ്റ്റാർട്ടിംഗ് 11 പ്ലാൻസിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട്. ജൂഡ് ബെല്ലിംഗമിൻ്റെ 30th മിനിറ്റ് ഹെഡർ, അതാണ് ഇംഗ്ലണ്ടിൻ്റെ ലോങ്ങസ്റ്റ് വെയിറ്റ് ഫോർ എ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓൺ ഗോൾ ആഫ്റ്റർ 1966. അവർ വേൾഡ് കപ്പ് വിൻ ചെയ്ത ഇയറിലാണ് ഇത്രയും ടൈം എടുത്തിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഓൺ ഗോൾ വരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് അത് സംഭവിക്കുന്നത്. സോ ഇംഗ്ലണ്ട് നീഡ്സ് ടു സ്റ്റെപ്പ് അപ്പ്. ഈ ഒരു പെർഫോമൻസ് ആയിട്ട് അടുത്ത റൗണ്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞിരുന്നാൽ ഡെഫിനറ്റ്ലി അവർക്ക് പണി കിട്ടാനായിട്ടുള്ള സാധ്യത വളരെയധികം ഉണ്ട്. സോ എനിവേസ് അടുത്ത റൗണ്ടിൽ അവരെ കാത്തിരിക്കുന്നു വെച്ച് പറഞ്ഞാൽ മെക്സിക്കോ ഹോസ്റ്റ് നേഷനാണ്. അപ്പോൾ അവരുടെ സ്വന്തം സ്റ്റേഡിയത്തിലാണ് അടുത്ത പ്രീ ക്വാർട്ടർ ഗെയിം ഇംഗ്ലണ്ടുമായിട്ട് നടക്കാൻ പോകുന്നത്. സോ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഈ സ്റ്റേഡിയത്തിൽ 89 ഗെയിംസിൽ 2 ഗെയിം മാത്രമേ അവർ തോറ്റിട്ടുള്ളൂ. ആൻഡ് ലാസ്റ്റ് 10 വേൾഡ് കപ്പ് ഗെയിംസിൽ ഈ ഗ്രൗണ്ടിൽ അവർ ഇതുവരെയ്ക്ക് തോറ്റിട്ടുമില്ല. ആൻഡ് ദേ ഹാവ് എ ടോട്ടൽ ഓഫ് 70 വിൻസ് ഇൻ ദ ആർട്ടേക്ക സ്റ്റേഡിയം. സോ മെക്സിക്കോനെ തോൽപ്പിക്കാനായിട്ട് ഒട്ടും ഈസി ആയിരിക്കത്തില്ല. സോ ഇംഗ്ലണ്ട് നീഡ്സ് ടു സ്റ്റെപ്പ് അപ്പ്. അവർ ഇന്ന് കാണിച്ചിട്ടുള്ള പെർഫോമൻസുമായിട്ട് അടുത്ത കളിയിൽ പോയി കഴിഞ്ഞിരുന്നാൽ ഉറപ്പായിട്ടും പണി കിട്ടും. സോ ദേ ഹാവ് ടു സ്റ്റെപ്പ് അപ്പ്. എല്ലാ മേഖലകളിലും കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സും അവർ കാണിച്ചിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ എഫേർട്ട് അത് ഇനിയൊരു ഡബിളാക്കിയാൽ മാത്രമേ അവർക്ക് അടുത്ത ഗെയിമിലൊരു പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇഫ് നോട്ട്, എനിക്ക് തോന്നുന്നു ഇറ്റ് കുഡ് ബി ആൻ എൻഡ് ഫോർ ഇംഗ്ലണ്ട്. എന്തായാലും ഹാരി കെയ്ൻ 2 ഗോള് അടിച്ചതോടുകൂടി എന്തായാലും രക്ഷക ദൗത്യം ഏറ്റെടുത്തിട്ട് ഇംഗ്ലണ്ട് അവിടെ എത്തിയിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ഗെയിം. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് ലൈക്ക്. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഓക്കെ, സോ താങ്ക് യു so much for watching. Keep supporting. Take care. Bye.